ശബരിമല വിവാദം വീണ്ടും ബി.ജെ.പി. കൊഴുപ്പിക്കുകയാണ്. സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ച ടി.വി. അനുപമയുടെ ഫേസ്ബുക്ക് നിറയെ ശരണം വിളി. മികച്ച ഉദ്യോഗസ്ഥയായ ടി.വി. അനുപമയ്ക്കെതിരെ വിദ്വേഷ പ്രചരണവും ശക്തമായിരിക്കുകയാണ്. ശബരിമല വിഷയം വീണ്ടും ശക്തമാവുന്നു. ശബരിമല പ്രക്ഷോഭകാലത്ത് കേട്ടിരുന്ന ശരണം വിളി വീണ്ടും ഉയരുകയാണ്. ഇത്തവണ തൃശൂരിലാണ് ശരണം വിളി കൂടിയിരിക്കുന്നത്. അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ച് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് തൃശൂരിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് ജില്ലാ കളക്ടർ ടി.വി. അനുപമ നോട്ടീസ് നൽകിയതാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. എന്നാൽ ഇതിന് പിന്നാലെ വലിയ സൈബർ ആക്രമണമാണ് അനുപമയ്ക്ക് നേരെ നടക്കുന്നത്. സ്വാമി ശരണം എന്ന കമന്റാണ് വിമർശനവുമായി എത്തുന്നവർ പേജിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിനിടെ കളക്ടർക്ക് പൊങ്കാല അർപ്പിക്കുന്നവരെ പ്രതിരോധിക്കാനും ചിലർ രംഗത്തെത്തിയിട്ടുണ്ട്. ചിലർ വിമർശനം ഉന്നയിച്ചപ്പോൾ മറ്റു ചിലർ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ചെയ്തു. ഇതിനിടെ അനുപമ വനിതാ മതിലിൽ പങ്കെടുത്തതും ചർച്ചയാവുകയാണ്. ടി.വി. അനുപമയുടെ യഥാർത്ഥ പേര് അനുപമ ക്ലിൻസൺ ജോസഫ് എന്നാണെന്നും അതിനാലാണ് ഇത്തരത്തിലുള്ള നടപടിയെന്നും ചിലർ കണ്ടെത്തി. വിഷയത്തിൽ പ്രഥമ ദൃഷ്ട്യാ ചട്ടലംഘനമുണ്ടെന്നും കളക്ടറുടെ നടപടി ശരിയാണെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പ്രതികരിച്ചിരുന്നു. ഇതിനെതിരെ ബി.ജെ.പി. നേതാക്കളും പരസ്യമായി രംഗത്തെത്തിയതിനു പിന്നാലെയാണ് അനുപമയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലും സൈബർ ആക്രമണം നടക്കുന്നത്. അയ്യപ്പന്റെയും ശബരിമലയുടെയും പേരിൽ വോട്ട് തേടിയെന്ന് കാണിച്ചാണ് സുരേഷ് ഗോപിക്ക് ജില്ലാ വരണാധികാരി കൂടിയായ ടി.വി. അനുപമ നോട്ടീസ് നൽകിയത്. ഇതേ തുടർന്ന് കളക്ടർക്കെതിരെ വിമർശനങ്ങളുമായി ബി.ജെ.പി. നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. സ്വാമി ശരണം എന്ന വാക്കുകളോടെയാണ് പല കുറിപ്പുകളും തുടങ്ങുന്നത്. അതിനിടെ ശബരിമല വിഷയം ഉന്നയിച്ച് വോട്ട് ചോദിച്ച സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ചത് തന്റെ ജോലി നിർവഹണത്തിന്റെ ഭാഗം മാത്രമാണെന്ന് ടി.വി. അനുപമ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ബി.ജെ.പി. ഉന്നയിക്കുന്ന ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും അനുപമ പറഞ്ഞു. അതേസമയം അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിക്കുന്നത് തെറ്റാണെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പി.എസ്. ശ്രീധരൻപിള്ള വ്യക്തമാക്കി. സുരേഷ് ഗോപി അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചിട്ടില്ലെന്നും അദ്ദേഹം ന്യായീകരിച്ചു. അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ച സംഭവത്തിൽ ലഭിച്ച നോട്ടീസിന് പാർട്ടി മറുപടി നൽകുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടി പരിശോധിക്കും. അയ്യന്റെ അർത്ഥം അവർ അന്വേഷിക്കട്ടെ. എന്താണ് പറഞ്ഞതെന്ന് കൃത്യമായ ബോധമുണ്ട്. ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നും സുരേഷ് ഗോപിയും അവകാശപ്പെടുന്നു. തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കാതെ പറയുന്നതിൽ കാര്യമില്ല. മാധ്യമങ്ങളോട് എല്ലാ കാര്യങ്ങളും പറയാൻ സാധിക്കില്ല. ജനാധിപത്യത്തിന്റെ മര്യാദയുണ്ട്. ഇഷ്ടദേവന്റെ നാമം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയാൻ പാടില്ലാത്ത അവസ്ഥയാണുള്ളത്. എന്ത് ജനാധിപത്യമാണിത്? ഇതിനെ ജനം കൈകാര്യം ചെയ്യുമെന്നും സുരേഷ് ഗോപി പറയുന്നു. അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചതിന് കളക്ടർ ടി.വി. അനുപമ ഇന്നലെയാണ് സുരേഷ് ഗോപിക്ക് നോട്ടീസ് നൽകിയത്. തിരഞ്ഞെടുപ്പിൽ ജാതിയും മതവും പറഞ്ഞ് വോട്ട് തേടരുതെന്ന മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം ലംഘിച്ചതിനാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ശബരിമല വീണ്ടും പ്രചരണായുധമാവുകയാണ്. ശബരിമല ചർച്ചയാകരുതെന്നാണ് CPM നിർദ്ദേശം നൽകിയത്. എന്നാൽ സുരേഷ് ഗോപി അത് വിദഗ്ധമായി തരണം ചെയ്യുകയായിരുന്നു. സുരേഷ് ഗോപിയെ ഇഷ്ടമില്ലാത്ത ബി.ജെ.പി. നേതാക്കൾ പോലും അത് ഏറ്റെടുത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.